ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ അവന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകമായ ഒരു വ്ളോഗൊന്നുമില്ല. മുത്തുവിള ചക്കപ്പഴം കൊണ്ട് എടനയപ്പം പൂച്ചയപ്പം എന്ന് പറയുന്ന എടനയപ്പം കൊണ്ടാക്കാൻ നിൽക്കുക. അതിന്റെ ചക്കപ്പഴത്തില് മുത്ത് ഏകദേശം പെരണ്ട അവസ്ഥയാ. അങ്ങനെ ആ ചക്കപ്പഴത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോ നമുക്ക് ചക്കപ്പഴത്തിലേക്ക് പോകാം. ഇതുകൊണ്ട് എന്ത് ചെയ്യും? പൂച്ചയപ്പം എന്നൊക്കെ പറഞ്ഞ ടീമാണ് ഇപ്പൊ എടനയപ്പം എന്നൊക്കെ ആക്കിയോ? സ്റ്റാൻഡേർഡ് വന്നിട്ട് ഇതെങ്ങനെ ഇനി അടുത്ത പരിപാടി തന്നെ ഇതും കൊണ്ട് എങ്ങനെ എന്നിട്ട് ഏതിടും? ചക്കപ്പഴം പീച്ചി ഇടും. പിന്നെ അരിപ്പൊടി ഇടും. പിന്നെ തേങ്ങ ജീരകം എന്നിട്ട് എല്ലാം മിക്സ് ചെയ്യും. ഇനി കുമ്പിളപ്പം എന്നും പറയൂ അല്ലേ? യാന്ന് പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞാൽ മതി, നമ്മൾ മലയാളികളാ. എന്നിട്ട് അതിനെ നിറയ്ക്കും. എന്നിട്ട് പുഴുങ്ങി എന്നിട്ട് വാങ്ങിയിട്ട് മണക്കം കഴിക്കും. ഇതാണ് എടനയപ്പത്തിന് വിശേഷം. ഇനി എടനയപ്പം ഉണ്ടാക്കുന്ന നേരത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ചക്കപ്പഴവും അരിപ്പൊടി, തേങ്ങ, ഏലക്ക, ജീരകം, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു. ഇങ്ങനെ കുഴച്ച് നല്ലൊരു പരുവത്തിലാക്കി. ഇനി ഇത് നമ്മൾ ഇടനേല എടുത്ത് ഇങ്ങനെ കുമ്പിള രൂപത്തിലാക്കി ചെറിയ ഇറക്കിയെല്ലാം കുത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്കത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു. ഇനി നമ്മൾ ഇത് കുറച്ച് ഇല എടുത്തിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ആ ചക്കപ്പഴത്തിൻ്റെ ഇതാക്കിയിട്ട് കാണിച്ചിട്ടില്ലേ, അത് ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് തോന്നുന്നു. ഉണ്ടാക്കി കഴിയുമ്പോഴേ സത്യാവസ്ഥ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുറച്ച് ഇല ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ആക്കാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യും. ഇതാണ് ഇടനേല കേട്ടോ. വലിയ ഇറുക്കിലിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് സാധാ അടുക്കള നല്ല ആക്രി സാധനങ്ങളല്ല. ഇതിൽ ഫില്ല് ചെയ്യാവേ. ഞാനിങ്ങനെ കുമ്പിളാക്കി വെച്ചിരിക്കുന്ന അയലയില്ലേ, അതിലേക്ക് ഇതെടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താവുമോ എന്നൊന്നും അറിയത്തില്ല. ആരോടും ചോദിക്കാതെ തന്നെ ചെയ്ത് നോക്കുന്നതാണ്. സക്സസ് ആവുമല്ലോ എന്ന് അറിയാം നമുക്ക്. ഞാൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ പുറകെ ഞാൻ അറിയാതെ വന്നതാണ്. അതുകൊണ്ട് കുളമായാലും ചളമായാലും നിങ്ങൾ കാണുമ്പോൾ സഹിച്ചോളുക. ഇത് കണ്ടോ, ഇതവിടെ ഞാൻ ആ എടുത്ത കുമ്പിളിലെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോഴപ്പം റെഡിയാകും. ഇത്രയേ ഉള്ളൂ കേട്ടോ.